ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് പ്രവർത്തനമാണ് CPM-നെ അസ്വസ്ഥപ്പെടുത്തുന്നത്? ഇപ്പോൾ RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും നാണയത്തിന്റെ ഇരുവശങ്ങളും എന്ന രൂപത്തിലാണോ നിങ്ങൾ അതിനെ വിലയിരുത്തുന്നത്? ഇപ്പോൾ എത്രത്തോളം ഉണ്ട് അവർ എണ്ണത്തിൽ എന്നുള്ള കാര്യം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഉള്ളതിൽ കൂടുതൽ വലിപ്പം അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് എന്താണ്? അതിൻ്റെ ആത്യന്തിക ഫലം എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ പ്രശാന്ത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ RSS-നെ സഹായിക്കുന്നത് ഇപ്പോൾ CPM എടുക്കുന്ന നിലപാടല്ലേ ശ്രീ ജിജോ? എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി 2 വക്താക്കൾ ഉണ്ടായി എന്നുള്ളതിൽ പ്രത്യക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇത്തരമൊരു ചർച്ചയിലൂടെ പരസ്യമായി അദ്ദേഹം അത് പ്രകടിപ്പിച്ചതിലും സന്തോഷമുണ്ട്. ഇത് പ്രിയപ്പെട്ട നവാസ് പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ നേതാക്കളെ കൂടിക്കൊണ്ട് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണോ? ജമാഅത്തെ ഇസ്ലാമി ഇത്ര പരിശുദ്ധവും വിശുദ്ധവുമായ നെയ്യാണെന്ന് നവാസ് പറയുന്നു. ഇത് പറയാൻ MK മുനീറും KM ഷാജിയും തയ്യാറാവുമോ? മുസ്ലിം ലീഗ് ഇപ്പോഴും അംഗീകരിക്കുന്ന സമസ്തയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഈ അടുത്തുകൂടി നവാസിൻ്റെ നാടിനടുത്ത് വെച്ചാണ് ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെടുന്നത്, സഖ്യമുണ്ടാക്കുന്നത്, അവർ നമ്മുടെ നശിപ്പിക്കും, ലീഗിനൊരു മുന്നറിയിപ്പ് കൊടുത്തത്. ഇപ്പോഴേ നവാസിന് വളരെ സന്തോഷമുണ്ടാകും ജമാഅത്തിൻ്റെ ചില ആശയങ്ങൾ ഉണ്ടാകുന്നത്. നവാസ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീവ്രവാദമില്ല, ഞങ്ങളാണ് തീവ്രവാദികളെ ആകെ തന്നെ ഒഴിവാക്കിയത് എന്ന്. SDPIയുടെ പേരിലുള്ള എത്ര കേസുകൾ മുസ്ലിം ലീഗ് ഭരണത്തിൽ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്? നവാസിന് നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പോൾ വളരെ വിശുദ്ധമായിട്ടുള്ള തീവ്രവാദ വിരുദ്ധ പ്രസ്ഥാനമാണ്, ഞങ്ങൾ തീവ്രവാദികളെ സഹായിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ 2019 നിലപാട് മാറ്റിയതെന്നാണ് പറയുന്നത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്ത് പറയുന്നത് അവർ ഇന്ത്യയിൽ ഒട്ടാകെ CPM-നെ പിന്തുണച്ചത് കൊണ്ടാണ് വിജയിച്ചത് എന്ന്. ഏറ്റവും അടുത്താണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കുൽഗാമിൽ നിന്ന് യൂസഫ് തരിഗാമി ജയിച്ചു. ജമാഅത്തെ ഇസ്ലാമി എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്? ജമാഅത്തെ ഇസ്ലാമി ആരെയാണ് പിന്തുണച്ചത്? എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ വെച്ച് CPIM-നെ അങ്ങനെയാണെങ്കിൽ എതിർത്തത്? ജമാഅത്തെ ഇസ്ലാമി പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്. ഇരട്ട മുഖമുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും പിന്തുണ സ്വീകരിച്ചതിനെ കുറിച്ച് കൂടി CPM വിശദീകരിക്കൂ. ലീഗിനോടുള്ള ചോദ്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും നവാസിനോട് ചോദിക്കുന്നതാണ്. CPM-ന്റെ നിലപാടിൽ ശ്രീ ജിജോ വ്യക്തത വരേണ്ടത്, നിങ്ങൾ പിന്തുണ സ്വീകരിച്ചിരുന്ന കാലത്തും മുസ്ലിം രാഷ്ട്രവാദമാണ് അവരുടെ ആശയം. താങ്കൾ തന്നെ ശരിവെക്കുന്ന പ്രകാരമാണെങ്കിൽ 2019 അവർ നിലപാട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ തീവ്രത കുറഞ്ഞു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തീവ്ര ആശയത്തിൽ നിന്ന് ഞങ്ങൾ മാറിയെന്നാണ്. അപ്പോൾ തീവ്ര ആശയത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങളെ പിന്തുണച്ചത് ജിജോ. RSS-നെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം കൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത്. ജിജോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ നിങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ഇത് എങ്ങനെയാണ് സഹായിക്കുക ജിജോ? എനിക്ക് തോന്നുന്നത് സ്മൃതിക്കറിയാൻ 2019 ശേഷം എത്രമാത്രം BJP-യും RSS-ഉം രാജ്യത്ത് ശക്തിപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇവിടെ ഫാസിസ്റ്റുകൾ എന്ന് ഞങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് RSS-നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്ത് കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുകയുണ്ടായി. സ്വീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുള്ളതായിട്ട് താങ്കൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ചൂണ്ടിക്കാണിക്കാമോ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നടത്തിയിരിക്കുന്ന ലഹളകളെ കുറിച്ച് അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങളെ കുറിച്ച് ഒരു ഉദാഹരണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ആഗോളമായ പശ്ചാത്തലമുണ്ട്. മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ അവർക്ക് ആഗോള ബന്ധമില്ലെന്നും പറഞ്ഞേക്കാം. കാര്യത്തിൽ തർക്കമില്ല ശ്രീ ജിജോ. ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദാണ് എന്ന് പറഞ്ഞ കേട്ടല്ലോ മുഹമ്മദ് വേളം.
ഇന്ത്യക്ക് പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് ഇവരെപ്പോഴാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന നിലപാടുകളോട് ജമാഅത്തെ ഇസ്ലാമി ആഗോള പ്രശ്നങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന സംഘടനയാണല്ലോ. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം എന്താണ്? പിന്തുണ സ്വീകരിക്കുമ്പോഴില്ലാത്ത കുഴപ്പം ഇവിടെ എങ്ങനെയാണ് അവരുടെ പിന്തുണ സ്വീകരിക്കുന്ന UDF ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നിങ്ങളതൊന്ന് വിശദീകരിച്ചു തന്നാൽ മതി. വിശദമാക്കി തന്നാൽ അത് വ്യക്തതയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യം വരുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു മിനിറ്റ്, നിങ്ങളിപ്പോൾ ഇവിടെ CPM-ന്റെ ആശയം എന്താണ്? തൊഴിലാളി വർഗ സർവാധിപത്യം, അതല്ലേ ഭരണഘടനയിൽ പറയുന്നത്? പക്ഷേ നിങ്ങൾ ആ ആശയത്തിൽ ഊന്നിയിട്ടല്ലല്ലോ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സർവാധിപത്യം സാധ്യമല്ല എന്ന് നിങ്ങൾക്കും ബോധ്യമായതല്ലേ? അങ്ങനെ ഒരു ബോധ്യം ജമാഅത്തെ ഇസ്ലാമിക്കോ അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നും മറ്റൊരു ബോധ്യത്തിലേക്ക് അവർ എത്തിയെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത് അംഗീകരിച്ചിട്ടുണ്ട്, ജനകീയ ജനാധിപത്യം. സ്മൃതി തന്നെ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി വലിയൊരു ശക്തിയല്ലെന്ന്. രാജസ്ഥാനിലും ജമാഅത്തെ ഇസ്ലാമി വലിയൊരു ശക്തിയാണെന്ന് സ്മൃതി അംഗീകരിക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി പല സ്ഥലത്തും പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിക്ക് രാജസ്ഥാനിൽ എത്രമാത്രം ശക്തിയാണുള്ളത്, എത്രമാത്രം സ്വാധീനമാണുള്ളത്. നിങ്ങൾ ഇവിടെ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ CPM-ന്റെ MP ജയിച്ചത് ഈ വോട്ട് കൊണ്ട് മാത്രമാണെന്ന് വാചകമേ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വിജയത്തെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അല്ലേ? അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. അപ്പൊ രാജസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് വ്യത്യാസം? രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്നുള്ളത് വിവക്ഷിച്ചിട്ടുള്ളത്. ശരി, അത് BJP RSS ഉന്നയിക്കുന്ന വാദം കൂടിയാണല്ലോ ജിജോ. നിങ്ങൾക്കും BJP-ക്കും ഇതിൽ ഒരേ വാദമാണോ എന്നതിൽ കൂടി വ്യക്തത വരുത്തുന്നു. BJP-യും RSS-ന്റെയും വാദം എന്താണെന്നുള്ളത് അതിനെ സമീകരിക്കേണ്ടിയ ഉത്തരവാദിത്വം CPM-നോ CPM-ന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അവരുടെ വാദങ്ങൾക്ക് ബലമേകുന്ന തരത്തിൽ അതേ വാദങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ജിജോ. CPM-ന്റെ നിലപാട് CPM ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞിട്ടുണ്ട്. അതിന് 3-4 കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടാണ്. അതിൽ മാധ്യമങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഏതെങ്കിലും ഒരു കാരണം മാത്രം എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലോ. അതിന് രാഹുൽ ഗാന്ധിക്ക് തീവ്ര വോട്ട് ലഭിച്ചില്ലെങ്കിൽ ഡൽഹിയിൽ എത്തുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് അങ്ങനെ പറയുക? അപ്പോൾ അവിടെ വോട്ട് ചെയ്ത ബാക്കി വയനാടുകാരെയൊക്കെ നിങ്ങൾ ഏത് കളത്തിലേക്കാണ് തള്ളിയിടുന്നത്? സ്മൃതിക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, CPM ആ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വിജയിച്ചതിൽ പല കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് ജമാഅത്തെ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ജമാഅത്ത് 2019 ശേഷം മാത്രം ഒരു വിശുദ്ധ പശുവായി മാറിയിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗിനും ജമാഅത്തിന്റെ വക്താക്കൾക്കും അവകാശപ്പെടാം. ഇത് UDF-ഓ കോൺഗ്രസ് പോലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. അതെന്താണ് പറയാത്തത്? നിങ്ങൾക്ക് പാർട്ടി പത്രത്തിൽ തന്നെ മുഖപ്രസംഗത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പിന്തുണ സ്വീകരിച്ചപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞത് KPCC പ്രസിഡന്റ് അടക്കമുള്ള അന്നത്തെ ആളുകളാണ്. അന്ന് മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്ന നിലപാടും ഏകീകരിച്ച നിലപാടായിരുന്നില്ല. മുസ്ലിം ലീഗിൽ എപ്പോഴും ഒരു ജമാഅത്ത് പക്ഷവും ജമാഅത്ത് അല്ലാത്ത പക്ഷവുമുണ്ട്. അത് UDF-ലും ഉണ്ട്. അതിന് വെച്ചുകൊണ്ട് മാത്രം CPM-ന്റെ നിലപാടിനെ അളക്കേണ്ടതില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.